ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എന്തൊരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ അനിയാണ് കാണിക്കുന്ന. അനി സങ്കടപ്പെട്ടിരുന്ന് എന്തൊക്കെയോ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും ദേവയാനി അങ്ങ് വന്നു. മോനെ എന്നും പറഞ്ഞ് വിളിച്ചു. എന്താ വല്യമ്മേ? മോനെ, എനിക്കറിയാം അനാമികയുമായിട്ട് നിനക്ക് ഒരിക്കലും ഒത്തുപോകാൻ പറ്റില്ല എന്ന്. അനാമികയെ പോലൊരു ലോക ഫ്രോഡ് ഈ ലോകത്ത് വേറെ ഇല്ല. അവളെ എന്തെങ്കിലുമൊക്കെ കള്ളം പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ കള്ളങ്ങൾ കാണിച്ചും കൂട്ടിയും ജീവിക്കുന്നവളാണ്. അവളെ ഒരിക്കലും അംഗീകരിക്കാനും മോന് പറ്റില്ല എന്ന് ആ വല്യമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. നിന്റെ കാര്യം ഓർത്തിട്ട് ഈ വല്യമ്മയ്ക്ക് ഒരുപാട് സങ്കടമുണ്ട് മോനെ. എന്നും നിനക്ക് വേണ്ടിയാ ഈ വല്യമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. വല്യമ്മ, ഇതൊക്കെ ഞാൻ കല്യാണത്തിന് മുമ്പ് തന്നെ പറഞ്ഞതല്ലേ? എന്നിട്ട് ആരും കേട്ടില്ലല്ലോ. എല്ലാവരും അവളെ ഒരുപാട് സ്നേഹിച്ചു. വല്യമ്മയാണ് ഏട്ടത്തിയെ കൂടെ മറന്ന് അവളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്. അത് പിന്നെ മോനെ, ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് അപ്പോഴത്തെ സാഹചര്യം മോനെ അറിയാലോ. ഈ പഠിച്ച കള്ളികൾ അങ്ങനെയാ. മറ്റുള്ളവരുടെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി പല അടവുകളും കാണിക്കും. അത് തന്നെയാണ് അനാമികയും കാണിച്ചത്. നയനമോള് ഈ എൻ്റെ സ്നേഹം കിട്ടാൻ വേണ്ടി അവൾ എന്നെ അവളുടെ ജീവൻ പകുത്തു നൽകിയ എന്നെ രക്ഷിച്ചത്. പക്ഷെ അനാമിക അതല്ല ചെയ്തത്. അവൾ എന്നെ കയ്യിലെടുക്കാൻ വേണ്ടി പല അടവുകളും പയറ്റിയവളാണ്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ അവളെ കാണുന്നത് പോലും വെറുപ്പാ മോനെ. എന്ത് ചെയ്യാനാ? മോന് ആ നന്ദുവിന് ഇഷ്ടമുള്ള കാര്യം മുന്നേ പറയായിരുന്നില്ലേ? ഞാൻ അങ്ങനെ എങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ എന്താ സംഭവിക്കായിരുന്നെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. വലിയമ്മയാണ് ഏറ്റവും കൂടുതൽ ഏട്ടത്തെ വെറുത്തിരുന്നത്. ആ സമയത്ത് നന്ദുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വലിയമ്മ സമ്മതിക്കോ? ഇല്ല. അപ്പം പിന്നെ എങ്ങനെയാ വലിയമ്മേ ഞാനത് ചെയ്യുന്നത്? എങ്ങനെയാ ഞാനത് നിങ്ങളോടൊക്കെ തുറന്നു പറയുന്നേ? അതുകൊണ്ടാണ് ഞാൻ ഏട്ടനോടും എല്ലാം തുറന്നു പറഞ്ഞത്. പക്ഷേ ഏട്ടത്തിയോട് പറയുന്നതിന് മുമ്പ് ഏട്ടനോട് പറഞ്ഞിരുന്നെങ്കിൽ ഏട്ടൻ എന്നെ സഹായിച്ചാനായിരുന്നു. എന്നാൽ ഞാൻ ഏട്ടത്തിയോട് പറഞ്ഞു പോയി. അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. മോനെ, ഞാനൊരു കാര്യം പറയട്ടെ. ഇനിയിപ്പോൾ അനാമികയെ നിനക്ക് അംഗീകരിക്കാൻ കഴിയില്ലെങ്കിലും നന്ദുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ മുത്തശ്ശനോ മുത്തശ്ശിയോ സമ്മതിക്കില്ല. അങ്ങനെയുള്ളപ്പോൾ നീ എന്ത് ചെയ്യാനാണ് നിൻ്റെ ഉദ്ദേശം? അത് കേട്ടതും വലിയമ്മേ, എനിക്ക് നന്ദുവിനെ കല്യാണം കഴിക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഇനി നമ്മളറിയാത്തൊരു കുടുംബത്തിൽ നിന്നും പെണ്ണെടുക്കാൻ എനിക്ക് കഴിയില്ല. ഒരു പ്രാവശ്യം അടിപറ്റും, വീണ്ടും വീണ്ടും അടിപറ്റാൻ എനിക്ക് വയ്യ. ചൂടുവെള്ളം കുടിച്ച ചൂട് പാല് കുടിച്ച പൂച്ച പിന്നീട് തണുത്ത പാല് കാണുമ്പോഴും പേടിക്കുമെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെയാ അനാമികയുമായിട്ടുള്ള കല്യാണം നടന്നതിന് ശേഷം മറ്റൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും എനിക്ക് പേടിയാ. എങ്ങനെയായിരിക്കും എല്ലാവരുടെ മനസ്സിലിരിപ്പ് എന്താണ് എന്നൊന്നും അറിയില്ലല്ലോ വല്യമ്മേ. അതുകൊണ്ട് എനിക്ക് കല്യാണം ഇനൊന്നും വേണ്ട. അവളുമായിട്ടൊന്ന് പിരിഞ്ഞാൽ മതി. എൻ്റെ തലയിൽ നിന്നും അവളൊന്ന് ഒഴിഞ്ഞു പോയാൽ മതി. അങ്ങനെ അവൾ ഒഴിവായ സമാധാനത്തോടെ സന്തോഷത്തോടെ ഞാൻ ജീവിക്കും. നന്ദുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നൊന്നും ഞാൻ പറയില്ല വല്യമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനി സങ്കടപ്പെട്ട് നിൽക്കുക. എന്ത് പറയാനാ മോനെ, നിന്നോട് പറയാൻ എനിക്ക് വാക്കുകളില്ല എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി അങ്ങ് പോവുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് അബിയാണ്. എടാ അബി, ആ കിളവനും കിളവിക്കും ഒരസുഖവും ഇല്ല. അപ്പം പിന്നെ ആ നന്ദുവും അനിയും തമ്മിലുള്ള വീഡിയോ അവർക്കങ്ങ് കാണിച്ചു കൊടുത്തൂടെ? നമ്മളെന്തിനാടാ ഇതൊക്കെ മറച്ചു വെച്ചിരിക്കുന്നേ? ഒരു കാര്യം ഞാൻ പറയാം. അവനെ ഇഷ്ടം പോലെ സെയില നടന്നുകൊണ്ടിരിക്കുന്നത്. അവൻ പോലും പോകാതെ, അവൻ ബ്രാഞ്ചിലേക്ക് പോകാതെ തന്നെ അവിടെ സെയിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ആദർശ. നിന്നെ അങ്ങനെ ഒരു ജോലി ഏൽപ്പിച്ചിട്ട് നിന്റെ തലയ്ക്ക് മേലെയും അവനൊരാളെ വെച്ചു. പക്ഷെ എന്നിട്ട് നിന്നെ അവിടുന്ന് പുറത്താക്കാനുള്ള പരിപാടികൾ ചെയ്തു. എന്നാൽ അനി അങ്ങോട്ട് പോകുന്നില്ലെങ്കിൽ പോലും അനിക്ക് അവിടെ നിന്ന് പുറത്തു പോകേണ്ടി വരുന്നില്ല. അവിടെ നിന്ന് അനിയെ പുറത്താക്കാൻ ആരും ഇല്ലേം താനും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവിടെ അനിയെ പുറത്താക്കാനുള്ള പണി ഒപ്പിക്കണം മോനെ. അതുകൊണ്ട് ആ വീഡിയോസ് കാണിക്കണം. അവനൊരു നാണം കെട്ടവനാ. എത്ര പരിസരബോധം ഇല്ലാതെയാ. പട്ടാ പകലല്ലേ അവനത് ചെയ്തത്? അമ്മേ, അത് പട്ടാ പകലല്ലായിരുന്നല്ലോ, രാത്രിയായിരുന്നില്ലേ? രാത്രിയാണെങ്കിലും നാട്ടിൽ എല്ലാവരുടെയും മുൻപിൽ വെച്ച് അവനെ ചെയ്യുമ്പോൾ അതൊരു വീഡിയോ ഒക്കെ ആവുമ്പോൾ അച്ഛനും അമ്മയും അത് കാണണം. അതാണ് എൻ്റെ ആഗ്രഹം. ഞാനത് കാണിക്കാൻ പോവുക, ഞാനത് കാണിച്ചിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ജലജ അങ്ങ് പോവുക. അപ്പോൾ ഇതെല്ലാം നയന ഒളിഞ്ഞൊന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പം നയന അങ്ങോട്ട് വരിക. എടാ അബി, നിൻ്റെ അമ്മ ചെയ്യുന്നത് എടുത്തു ചാട്ടുക. അവരങ്ങനെ ചെയ്താൽ മുത്തശ്ശിനെയോ മുത്തശ്ശിയോ അനി ചെയ്ത ആ വീഡിയോ കാണിച്ചാൽ എൻ്റെ സ്വഭാവം അറിയാലോ. ഈ വീട്ടിൽ നിൻ്റെ അമ്മയും നിൻ്റെ ഇളയമ്മയും പിന്നെ നിൻ്റെ ഭാര്യയും മാത്രം അറിയാത്തൊരു കാര്യമുണ്ട്. ചന്തുമോളുടെ അച്ഛൻ ആരാണെന്നുള്ള സത്യം. അത് ഞാൻ നിൻ്റെ ഭാര്യയോട്, അതായത് എൻ്റെ ചേച്ചിയോട് ഞാൻ തുറന്നു പറയും. അങ്ങനെ ഞാൻ പറഞ്ഞാൽ നീ പിന്നെ പെടും. മനസ്സിലായല്ലോ? അയ്യോ ഏട്ടത്തി, ഞാനൊന്നും ചെയ്തില്ല, അമ്മയാണ് വാശി പിടിക്കുന്നത് ആ വീഡിയോ കാണിക്കണമെന്നും പറഞ്ഞ്. നിൻ്റെ അമ്മ അങ്ങനെ വാശി പിടിക്കുമ്പോൾ നീ തുറന്നു പറയണം അത് കാണിക്കാൻ പറ്റില്ല എന്ന്. നീ വാശി പിടിച്ച് കടുപ്പിച്ച് പറഞ്ഞാൽ നിൻ്റെ അമ്മ അത് ചെയ്യില്ല. ഒരു കാര്യം നീ മനസ്സിലിട്ടോ അബി, ഈ അനിയൊരു പാവ. അവനിത് ചെയ്തത് അറിയാതെയാ. എൻ്റെ അനിയത്തിക്കും ഇതിലൊരു പങ്കുമില്ല. ആ സമയത്ത് നീ അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ
നിന്റെ അമ്മ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ ഉറപ്പായിട്ടും നീ ചെയ്ത കുരുത്തക്കേടുകൾ ഞാൻ എൻ്റെ ചേച്ചിയോട് പറയും. അയ്യോ ഏട്ടത്തി, ഞാൻ എന്ത് ചെയ്യാൻ ഏട്ടത്തി? അമ്മ വാശി പിടിക്കുമ്പോൾ എനിക്ക് എന്നാ ചെയ്യാൻ പറ്റും? നീ ഒന്നും ചെയ്യണ്ട. നിന്റെ അമ്മയോട് അത് കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നീ തടഞ്ഞില്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറയേണ്ടത് പറയൂ അബി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന അകത്തേക്ക് പോവുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് ദേവയാനിയാണ്. ദേവയാനി അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണെങ്കിൽ ജലജയും ജാനകിയും അവിടെ ഇരുന്ന് പച്ചക്കറിയൊക്കെ അരിയുക. ഈ സമയം ജലജ ദേവയാനിയോട് ചോദിക്കുക, ഞാൻ എന്തായാലും സഹായിക്കണോ ഏട്ടത്തി? വേണ്ട വേണ്ട, നീ നിന്റെ ഇളയ നാത്തുവിനെ സഹായിച്ചാൽ മതി, എന്നെ സഹായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോഴേക്കും നയന വരിക. എന്നെ സഹായിക്കാനാണെങ്കിലേ എൻ്റെ മരുമോളുണ്ട്, എനിക്ക് വിശ്വസിച്ച് ജോലി ഏൽപ്പിക്കാൻ പറ്റിയ മരുമോള്. നിന്നെയൊന്നും വിശ്വാസത്തോടെ ജോലി ഏൽപ്പിക്കാൻ പറ്റില്ലല്ലോ എന്നിങ്ങനെ ആലോചിക്കുക. ഏട്ടത്തി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ രണ്ട് ചേച്ചിമാരും കൂടെ ചേർന്ന് അനിയത്തിയെ ഒരുപാട് ഉപദേശിക്കുന്നുണ്ടെന്ന് കേട്ടു. എന്നിട്ടും എന്തൊക്കെ സംഭവങ്ങൾ അവിടെ സംഭവിച്ചത്? അനി പരിസരം മറന്നല്ലേ അവളെ ചേർത്ത് പിടിച്ചത്? അവൻ ചേർത്ത് പിടിച്ചപ്പോൾ അവൾ എന്തിനാ അതിന് നിന്നു കൊടുത്തത്? പെണ്ണ് സമ്മതിക്കാതെ വേറൊന്നും നടക്കില്ലല്ലോ. അന്ന് അവിടെ സംഭവിച്ചത് എന്താണെന്ന് വ്യക്തമായിട്ട് നന്ദു എന്നോട് പറഞ്ഞു. രാവിലെ സ്റ്റേഷനിൽ വെച്ച് അനിയോട് കയർത്ത് സംസാരിക്കുകയും അനിയെ തല്ലിയില്ലെന്നേ ഉള്ളൂ. അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടാണ് അനി വഴക്കിട്ട് പോയത്. അതിനുശേഷം അനിയെ കണ്ടുപിടിച്ചപ്പോഴാണ് നന്ദുവിന് പിന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ, അപ്പോൾ അവനെ വഴക്ക് പറഞ്ഞതിൻ്റെ പരാതി തീർത്തതായിരിക്കും. അവൻ കെട്ടിപ്പിടിച്ചപ്പോൾ എന്നാൽ പിന്നെ ഒരു ഉമ്മയും കൂടെ കൊടുക്കായിരുന്നില്ലേ എന്നും ജലജ ഇത് കേട്ടതും, വെറുതെ അനാവശ്യം പറയരുത്, പറയേണ്ടതൊക്കെ പറയേണ്ടവരോട് അവൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഒരു കാര്യം എനിക്ക് പറയാം, നിങ്ങളിങ്ങനെ കൂടെ കൂടെ അത് പറഞ്ഞ് എൻ്റെ മനസ്സിനെ വേദനിപ്പിക്കാൻ എൻ്റെ അനിയത്തിയെ കുറ്റപ്പെടുത്താനാണ് തീരുമാനമെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്, അവളെ ഇങ്ങ് കൂട്ടിക്കൊണ്ടുപോവാ. അവളിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുമല്ലോ. ആ നന്ദു, അതെ കൂട്ടിക്കൊണ്ടുപോവാ. അവളിങ്ങോട്ട് വരട്ടെ, എൻ്റെ മരുമോൾ ഇവിടുന്ന് പോവുകയും ചെയ്യട്ടെ. അങ്ങനെയാണെങ്കിൽ നന്ദു ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഒരാളും കൂടി ഇവിടുന്ന് കുറയും. ഞാൻ ഈ അടുക്കളയിൽ നിന്നും കത്തി എരിയും. അത് കണ്ടതും കേട്ടതും നമ്മുടെ ജലജ ദേവയാന ഞെട്ടലോടുകൂടെ ജാനകിയെ നോക്കുക. എന്താ നോക്കുന്നേ? ഞാൻ പറഞ്ഞ സത്യ. ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ ഈ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അവരെ കാണുന്നതിനേക്കാൾ നല്ലതല്ലേ അങ്ങ് മുകളിലേക്ക് പോകുന്നത്? അത് ഞാൻ ചെയ്തിരിക്കും എന്നും ജാനകി തറപ്പിച്ച് പറയുക. ഈ സമയം നീ മിണ്ടാതിരിക്കും ജാനകി, അങ്ങനെയൊന്നും സംഭവിക്കില്ല. എന്തായാലും നന്ദു എന്ന് പറയുന്നവൾ ഈ വീട്ടിൽ കയറാൻ ഞങ്ങൾ അനുവദിക്കില്ല. നിങ്ങൾ അനുവദിച്ചാലും ഞാനും അനുവദിക്കില്ല. എൻ്റെ അനിയത്തിയെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ എനിക്ക് പറ്റത്തുമില്ല. ഞങ്ങൾ പരമാവധി ഉപദേശിക്കേണ്ട സമയത്ത് തന്നെ അവളെ നന്നായിട്ട് ഉപദേശിച്ച് നിർത്തിയിട്ടുണ്ട്. നിങ്ങൾ നന്നായി നിങ്ങൾക്ക് കൊള്ളാം. നിങ്ങളുടെ മരുമോളെ കൂടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന അങ്ങോട്ട് പോവുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനാമികയാണ്. മോളെ, എന്തായാലും ആ കിളവൻ ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ വീഡിയോ മോൾ ആ കിളവനെ കാണിക്കണം. എന്നിട്ട് മോൾ തർപ്പിച്ച് പറയണം എനിക്ക് അനിയോടൊപ്പം ജീവിക്കാൻ പറ്റില്ല എന്ന്. അങ്ങനെ പറയുമ്പോൾ ആ കിളവൻ എന്ത് പറയുമോ നോക്കാം. പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് പോകാനേ മോളോട് പറയൂ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മൂർത്തീസ് ഗ്രൂപ്പ് ഒരു ട്രസ്റ്റാണ്, അതിൽ മോൾ അംഗമല്ല. അങ്ങനെ ആക്കണമെന്ന് മോൾ നിർബന്ധിച്ച് പറയണം. മോളെ, നീ ഒരു പയ്യനെ സ്നേഹിക്കുന്നുണ്ട്, അവനോടൊപ്പം നിനക്ക് ജീവിക്കണമെങ്കിൽ അവന് വലിയ ഇതൊന്നുമില്ല. അതുകൊണ്ട് അനിയുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത് മേടിച്ചുകൊണ്ട് നീ ഇങ്ങ് പോരണം, കേട്ടല്ലോ? അതെന്നെ ആരും പഠിപ്പിക്കുകയൊന്നും വേണ്ട, എനിക്കറിയാം. അനന്തപുരിയിൽ നിന്ന് ഞാൻ ഇറങ്ങുന്നുണ്ടെങ്കിലേ അതിനാവശ്യമുള്ളതൊക്കെ കിട്ടിയിട്ടേ ഞാൻ ഇറങ്ങും. വെറും കൈയോടെ അവിടെ നിന്ന് ഇറങ്ങാനേ ഞാൻ വണ്ടിയൊന്നുമല്ല. പരമാവധി എന്താ കിട്ടേണ്ടതെന്ന് വെച്ചാൽ മേടിച്ചിട്ടല്ല, എനിക്ക് കിട്ടേണ്ടതൊക്കെ മേടിച്ചിട്ട് തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങും. ഞാൻ സ്നേഹിച്ച ആളോടൊപ്പം ഞാൻ സന്തോഷമായിട്ട് ജീവിക്കുകയും ചെയ്യും. അമ്മ നോക്കിക്കോ, അച്ഛൻ ആഗ്രഹിച്ചതുപോലെ അനന്തപുരി തറവാട്ടിലെ ഒരു വിഹിതം എനിക്കും കിട്ടും. അങ്ങനെ കിട്ടുമ്പോൾ ഞാനായിരിക്കും അവിടെ പിന്നെ ഇതാകാൻ പോകുന്നത്. ഇളക്കി മറിക്കും ഞാൻ അനന്തപുരി തറവാട്. ആ കിളവൻ ചത്തുപോകുമെന്ന് കരുതിയത്, എന്നാൽ അത് നടന്നില്ല. പക്ഷെ ഇനി എന്താ ചെയ്യേണ്ടത് എനിക്ക് നന്നായിട്ടറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അനാമിക ഇങ്ങനെ നിൽക്കുക. ഈ സമയം പിന്നീട് ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് കാണിക്കുന്നത് അനന്തപുരിയിൽ. അവിടെ നയന ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് വയ്ക്കുക. അപ്പോഴേക്കും അഭി വന്നതും നമ്മുടെ നയന, അതേ അടുക്കളയിൽ എൻ്റെ അമ്മയെ തോൽപ്പിക്കാൻ വേണ്ടി നിൻ്റെ അമ്മയും നിൻ്റെ ഇളയമ്മയും കൂടെ പെടാപ്പാട് പെടുക. അങ്ങനെ വരുമ്പോൾ നീ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ അമ്മായിയമ്മ ഉണ്ടാക്കിയ ഫുഡാണ് നല്ലതെന്ന് പറയണം, മനസ്സിലായല്ലോ? അതിനെന്താ ഏട്ടത്തി, അമ്മായി ഉണ്ടാക്കിയ ഭക്ഷണം നല്ലതാണ്. പക്ഷെ നീ നിൻ്റെ അമ്മയെ വിഷമിപ്പിക്കാതിരിക്കാൻ അങ്ങനെ പറയില്ല. എന്നാൽ ഇന്ന് നീ അത് പറയണം.
പറഞ്ഞില്ലെങ്കിൽ അറിയാലോ ഈ നയനെ ആരാണെന്ന്. ശരി അടുത്തേ. അപ്പോഴേക്കും ആദർശ് വന്നു. എന്താ നയനെ? ഇവനോട് ഞാൻ പറയുമായിരുന്നു, അടുക്കളയിൽ മത്സരിച്ച് ഭക്ഷണം ഉണ്ടാക്കുന്നവരുടെ ഇടയിൽ എൻ്റെ അമ്മ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അമ്മയുടെ ഭക്ഷണം നല്ലതാണെന്ന് വിളിച്ചു. അമ്മയുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാനുള്ള യോഗ്യത ഇവനുണ്ടോ നയനെ? ഉണ്ട്. ഇല്ലെങ്കിലും ഇവൻ കഴിക്കട്ടെ ആദർശേട്ടാ. എന്നിട്ട് എല്ലാവർക്കും ഒരു പണി കൊടുക്കട്ടെ. എന്നാ പിന്നെ എന്താന്ന് വെച്ചാൽ ചെയ് എന്നൊക്കെ പറയുമ്പോഴേക്കും എല്ലാവരും വരിക. അങ്ങനെ എല്ലാവരും കഴിക്കാനിരുന്നു. അപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജലജ ചോദിക്കുക, അബി എടാ ദേ നിൻ്റെ ഇളയമ്മ ഉണ്ടാക്കിയ ഫുഡൊക്കെ എങ്ങനെയുണ്ടാ? സൂപ്പറാണോടാ? കൊള്ളാം, നന്നായിട്ടുണ്ടല്ലോ എന്നും അബി. എന്നിട്ട് അബി നയനയുടെ മുഖത്തേക്ക് നോക്കുക. അപ്പോൾ അബിക്ക് ഈശ്വര, വലിയമ്മ അമ്മായി ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാനാണല്ലോ പറഞ്ഞത് നയനടുത്ത്. ഇത് കഴിക്കാം. എടാ അതൊക്കെ നിൻ്റെ വലിയ അമ്മായി ഉണ്ടാക്കി വെച്ച ഭക്ഷണമാണ്. അതിനെന്താ അമ്മേ, ഈ ഫുഡും നല്ല ടേസ്റ്റ് അല്ലേ? ദേ ഒരു കാര്യം ഞാൻ പറയാലോ, ആരൊക്കെ എന്തൊക്കെ ഉണ്ടാക്കിയാലും പാചകത്തിൽ വലിയ അമ്മയെ കടത്തി വെട്ടാൻ ഇവിടെ ആരുമില്ല. മുത്തശ്ശിയെ കഴിഞ്ഞിട്ട് പിന്നെ ഈ വീട്ടിൽ പാചകത്തിന് മിടുക്കി വലിയമ്മായി തന്നെയാ എന്നും അബി. അത് കേട്ടതും ഇതെന്താ ഇവനെപ്പോഴാ പ്രതിപക്ഷം ചാടിയത്? സോറി, ഇവനെപ്പോഴാ എതിർഭാഗം ചാടിയത്? ഇതെങ്ങനെ ശരിയാവും? ഇവൻ ശത്രുക്കളുടെ കൂടെ കൂടിയത് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നും ജലജ ഇങ്ങനെ ആലോചിക്കുക. ഈ സമയം എനിക്കെന്തായാലും നിൻ്റെ അമ്മയും പിന്നെ നിൻ്റെ അമ്മായിയും ഉണ്ടാക്കിയത് തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. അതെന്തൊക്കെ പറഞ്ഞാലും നവ്യേ, വലിയമ്മായി ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചി വേറെ ഒന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അബി ഇങ്ങനെ അവിടെ ദേവയാനിയെ പുകഴ്ത്തുക. അപ്പം ദേവയാനി, എന്താടാ നീ ഇതുവരെ എന്നെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല, എന്തെങ്കിലും കാര്യം സാധിക്കാനുള്ള പരിപാടിയാണോ? ഇല്ല ഇല്ല അമ്മായി, ഞാൻ പറഞ്ഞത് സത്യമാണ്. അമ്മായി ഉണ്ടാക്കുന്ന ഫുഡിന് ഒരു പ്രത്യേകതരം രുചിയാണ്, നല്ല ടേസ്റ്റാ എന്നും പറഞ്ഞുകൊണ്ട് അബി ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനയ്ക്ക് ചിരി വരിക. അപ്പോൾ നയന പറയാ, എന്തായാലും ഇവൻ്റെ കയ്യിൽ ഇത്തിരി ഇതൊക്കെ ഉണ്ടെങ്കിലും ഇവൻ ഇന്ന് പറഞ്ഞത് സത്യ, എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡിന് നല്ല ടേസ്റ്റാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനയും ദേവയാനെ പുകഴ്ത്തുക. ഈ സമയം ജലജയ്ക്കും ജാനകിക്കും ഭയങ്കര കലി കയറിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ തുറച്ചു നോക്കുക. പിന്നീട് കാണിക്കുന്നത് നന്ദുവിനെയാണ്. നന്ദു ഇങ്ങനെ ഓരോരോ ഫയലൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കോൺസ്റ്റബിൾ ആ ഡീറ്റെയിൽസും കൊണ്ടുവരാം. മാഡം എന്തായിടോ? മാഡം പറഞ്ഞ ആ നമ്പറിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. എവിടെ നോക്കട്ടെ? ഇത് പരിചയമുള്ള നമ്പർ തന്നെയാണ്. അപ്പോൾ കുഴപ്പമാകുമോ മാഡം? എന്ത് കുഴപ്പമാവാൻ? ഇവനെ ഞാൻ പോയി കണ്ടോളാം. എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഇവൻ തന്നെ ആയിരിക്കുമെന്ന്. അല്ല മാഡം, എന്നാലും മാഡം ചെയ്തത് ശരിയായില്ല. നട റോട്ടിൽ വെച്ച് കെട്ടിപ്പിടിച്ച തെറ്റായെന്നാണോ പറയുന്നത്? എടോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ ഒന്നും കൂടെ അന്വേഷിക്കണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എല്ലാവരും പറയുന്നതായിട്ട് എന്നെ കുറ്റപ്പെടുത്തി അനന്തപുരിയിലെ പയ്യനെ തകർക്കാനാണ് വിചാരമെങ്കിൽ അത് നടക്കില്ല. ഇത് ചെയ്തവൻ്റെ ലക്ഷ്യവും ഉദ്ദേശവും എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ കണ്ടോളാം ഇവനെ പോയി. ഞാനും കൂടെ വരണോ മാഡം? വേണ്ട, ഞാൻ പോയി കണ്ടോളാം. എനിക്ക് ഒറ്റയ്ക്ക് പോയി കാണാനുള്ളതേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുക. എന്തൊരു ക്രൂരതയാണ് ചെയ്തത്. സ്വന്തം മകളുടെ ജീവൻ അപകടത്തിലാണെന്ന് അറിഞ്ഞിട്ടും എൻ്റെ ജീവൻ ഈ അവസ്ഥയിലാക്കാൻ വേണ്ടി കാരണക്കാരനായവനെ ഞാൻ വെറുതെ വിടില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു ജീപ്പുമായിട്ട് നേരെ അവരുടെ അടുത്തേക്ക് ചെല്ലുക, അതായത് വേണുവിൻ്റെ വീട്ടിലേക്ക്. ഈ സമയം പോലീസ് ജീപ്പ് കണ്ടതും നമ്മുടെ രേവതിയാണെങ്കിൽ ആകെ ഞെട്ടിപ്പോയി. ഈശ്വര, പോലീസ്! ഇവളെന്താ ഇവിടെ? വേണുവേട്ട SI നന്ദു വന്നിട്ടുണ്ട്. നന്ദുവോ? എന്തിന്? അറിയില്ല. ഇനി എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നാണോ എന്നും അനാമികയും ചോദിക്കുക. അങ്ങനെ അവൾ വന്നെങ്കിൽ അവളെ ഞാൻ ശരിയാക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനാമിക ഇങ്ങനെ നിൽക്കുക. എന്തായാലും ഞാൻ അങ്ങോട്ട് വരുന്നില്ല രേവതി, നീ ചെന്ന് വാതിൽ ഉറക്ക്. എന്നെ കണ്ട അവൾ ചിലപ്പോൾ തല്ലും. എനിക്ക് പേടിയാ, അവളെ പോലീസാ. അവളുടെ അടുത്ത് പോയി വാതിൽ ഉറന്ന് നിൽക്കാൻ എനിക്ക് ധൈര്യമൊന്നുമില്ല. ഒന്ന് ചെല്ല് രേവതി, ഇല്ലെങ്കിൽ അവൾ എന്നെ തല്ലി ശരിപ്പെടുത്തും. നീ ചെല്ല് പ്ലീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണു കാല് പിടിക്കുന്ന പോലെ പറയുക. ഇത് കേട്ടതും നമ്മുടെ രേവതി പതുക്കെ അങ്ങോട്ട് ചെന്ന് വാതിൽ ഉറക്കുക. അപ്പോഴേക്കും നന്ദു കയറി വന്നിട്ട് എന്തായാലും ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ നല്ല കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയാണോ താൻ ഇങ്ങനെ ചെയ്യുന്നേ? അനന്തപുരിക്കാരുടെ മുൻപിൽ എന്നെ നാണം കെടുത്താനോ? തനിക്ക് എന്തിൻ്റെ സൂക്കേടാ? എടി, ഒരു കാര്യം ഞാൻ പറയാം, ഇനി മേല ഇത് ആവർത്തിച്ചു പോകരുത്. ഞാനും അനിയും തമ്മിൽ നിൽക്കുന്ന വീഡിയോസുകൾ എടുത്ത് അനന്തപുരിയിലുള്ളവരെ മുഴുവനും കാണിച്ച് കുടുംബകലഹം ഉണ്ടാക്കാൻ പറ്റുന്നൊരു തന്തയാണ് നിനക്കുള്ളതെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. പരമാവധി ചില പെണ്ണുങ്ങൾ പറയാറുണ്ട്, കാമുകന്മാരോടൊപ്പം പിടിക്കപ്പെട്ട് കഴിയുമ്പോഴേ അവൻ എന്നെ തേടി വരുന്നത് സ്വന്തം ഭാര്യയുടെ കഴിവുകേട് കൊണ്ടാന്ന്. നിനക്ക് കഴിവുകേടുണ്ടായിട്ടല്ലേടി അനി എൻ്റെ കൂടെ വരുന്നത്? അവൻ നിന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് സ്നേഹിച്ചിരുന്നു. പക്ഷെ നീ അവനെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവൻ എന്നെ വിട്ടു പോയെന്നായിരുന്നു. അത് കേട്ടതും അനാമിക, നീ എന്തിനാടി ഇപ്പം ഇങ്ങോട്ട് വന്നത് എന്നും വലിയ ആളെപ്പോലെ പോയി നന്ദുവിനോട് ചോദിക്കുക. അത് കേട്ടതും
നന്ദുവിന് ഭയങ്കര ദേഷ്യം കൊണ്ട് വരിക. വന്ന ദേഷ്യം മുഴുവനും നന്ദു ആ അനാമികയുടെ കാരണത്തൊരു അറ്റ അടി കൊടുത്ത് അങ്ങ് തീർത്തു. അടി കൊണ്ടതും അനാമിക അയ്യടാന്നായിപ്പോയി. 5 വിരലിൻ്റെ പാടും അനാമികയുടെ മുഖത്തേക്ക് വരിക. ഈ സമയം നമ്മുടെ രേവതിയും വേണും പേടിച്ച് നിൽക്കുക. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിച്ചോണം, ഇല്ലെങ്കിൽ ഈ SI ആരാണെന്ന് ഞാൻ മനസ്സിലാക്കി തരും. മനസ്സിലായോടി? മര്യാദയ്ക്ക് അനിയെ സ്നേഹിക്കാൻ നോക്ക്. കണ്ടവന്മാരുടെ കൂടെ ചുറ്റി നടന്നിട്ട് മറ്റുള്ള പെണ്ണുങ്ങളെ കുറ്റപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഈ നന്ദു ആരാണെന്ന് നീ മനസ്സിലാക്കും. ദേ ഇനി ഞാൻ അടിച്ചെന്ന് പറഞ്ഞ് നീ കൊണ്ട് കേസ് കൊടുക്ക്. അങ്ങനെ നീ ചെയ്താൽ എനിക്കും കുത്തിപ്പൊക്കാലോ. അവിടെ ആദർശൻ്റെ അമ്മയ്ക്ക് പാലിൽ വിഷം കൊടുത്തതടക്കം എല്ലാ കേസുകളും എനിക്കും കുത്തിപ്പൊക്കാലോ. പോയി ചെയ്യടി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു നിൽക്കുകയാണ്. അത് കേട്ടത് അനാമിക പേടിച്ച് നിൽക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ